ഹൽവ കണ്ണാളെ സൽവാർ ചെണ്ടാളെ എന്ന പാട്ട് ഒന്ന് മൂളാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. ആ വൈറൽ ഗാനം പാടിയ അദീഫ് മുഹമ്മദും മലയാളികൾക്ക് സുപരിചിതനാണ്. ഈ ഉത്രാട ദിനത്തിൽ ഗായകൻ അദീഫ് മുഹമ്മദ് പാട്ടുവിശേഷങ്ങളുമായി മീഡിയ വണിനൊപ്പം ചേരുകയാണ്. നജ്മ മജീദും ഉണ്ട് കൂടെ. കാണാം ആ പാട്ടുവിശേഷങ്ങൾ. ഹൽവ കണ്ണാളെ സൽവാർ ചെണ്ടാളെ പൽവാള് ദേവഞ്ഞ സെൽവാക്ക് ഇല്ലാതെ. നമ്മൾ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ലൂപ്പിൽ കേട്ടിട്ടുള്ള ഒരു പാട്ട് ഏതായിരിക്കും? വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിലെ ആ പാട്ട് തന്നെ, ഹൽവ കണ്ണാളെ എന്ന് തുടങ്ങുന്ന പാട്ട്. ആ പാട്ട് പാടിയ പാട്ടുകാരനാണ് ഇന്ന് ഓണവിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം അദീഫ്. ഹാപ്പി ആണോ? നമുക്ക് പാട്ട് വിശേഷങ്ങളിൽ തന്നെ തുടങ്ങാൻ തോന്നുന്നു. ഏറ്റവും ഒടുവിലത്തെയും ഏറ്റവും പുതിയ വിശേഷവും അത് തന്നെയാണ്, ഹൽവ കണ്ണാളെ. ആ പാട്ടിന്റെ ഒരു അനുഭവവും സന്തോഷമൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും എനിക്ക് ഓണം എന്ന് വരുമ്പോൾ ആദ്യം ഇപ്പോൾ ഈ പാട്ട് തന്നെയാണ് വരുന്നത്. ആക്ച്വലി നിങ്ങളിപ്പോൾ പറഞ്ഞ ഹൽവ കണ്ണാളെ എന്ന് പറയുന്ന പോർഷനാണ് കൂടുതൽ മേ ബി ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ പാട്ടിൻ്റെ തുടക്കം സാമ്പ്രാണി പെൺതിരി എന്നാണ്. അപ്പോൾ അത് പലരും അത് മറന്നു പോകുന്നുണ്ട്. ആ ഒരു പോർഷനാണ് കൂടുതലും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ ഓണത്തിനിങ്ങനെ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞാൽ ഒക്കെ ഒരുപാട് ആളിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെയാണെങ്കിൽ ഒരുപാട് റീൽസ് അതിന് ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷം പറയുന്നുണ്ട്. പാട്ട് എല്ലാവരും ശ്രദ്ധിച്ചു, ഏറ്റു പാടി, സോഷ്യൽ മീഡിയയിലൊക്കെ ഹിറ്റാണ്. പക്ഷേ വേറൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ടാവുമല്ലോ, എന്താണ് ഈ ഹൽവ കണ്ണാളെ സൽവാർ ചെണ്ടാളെ എന്നൊക്കെ? അതെ, അത് തീർച്ചയായിട്ടും വിനായക് ശശികുമാറാണ് ഇതിൻ്റെ വരികൾ. അപ്പോൾ ഈ വ്യസന സമേതം ബന്ധുമിത്രാദികൾ കൂടുതലും ട്രിവാൻഡ്രം ഭയങ്കരമായിട്ട് കൊളോക്കിയലി ബന്ധമുള്ള ഒരു മൂവി ആയതുകൊണ്ടും അപ്പോൾ അതിൻ്റേതായ ഭാഷാ ശൈലി വരണമെന്ന് ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നു. സോ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും അതിൻ്റെ പ്രൊഡ്യൂസറാണെങ്കിലും അപ്പോൾ വിനായകൻ അങ്ങനെ ഒരു നല്ലൊരു ട്രിവാൻഡ്രത്തിന് വേണ്ടി ഒരു പാട്ട് എഴുതാൻ പറ്റി എന്നുള്ളൊരു തീരുമാനമായിരിക്കണം. അതൊരു ട്രിവാൻഡ്രത്തുകാരൻ പാടുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഹൽവ കണ്ണാളെ എന്ന് പറയുന്നത് ഇവിടെ കൂടുതലും ട്രിവാൻഡ്രത്താണ് അങ്ങനെ ഹൽവ എന്ന് പറയുന്നത്. ഹൽവയ കോഴിക്കോടൊക്കെ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഹൽവ എന്ന് പറയുന്നത് ഇവിടെ ട്രിവാൻഡ്രത്ത് ഹൽവ എന്ന് പറയും. ഉറപ്പായിട്ടും പാട്ടിന്റെ വിശേഷങ്ങൾ പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് അത് കേൾക്കാൻ കൂടി ആഗ്രഹം ഉണ്ടാവും. ഹൽവ കണ്ണാളെ സൽവാർ ചെണ്ടാളെ പൽവാള് ദേവഞ്ഞ സെൽവാക്ക് ഇല്ലാതെ തൊണ്ടയ്ക്കുള്ളാലെ നിന്നെ കണ്ടാലേ നുങ്കിൻ തള്ളാലെ വാക്ക് തീർന്നേ നീ അകലെ അകലെ ചരട് മുറിഞ്ഞ പട്ടം ഞാൻ ചുവടെ കറങ്ങി മറന്ന് പരിസരം ഇന്നാറടി മണ്ണിൽ കുഴിച്ചു മൂടണ ഇഷ്ടം ഞാൻ ജനിച്ചേ മരിച്ചേ പലവട്ടം. സിനിമ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ വർക്ക് എന്താണ്? ഇപ്പോൾ വരികൾ എഴുതുകയാണോ, ഡയറക്റ്റ് ചെയ്യുകയാണോ, പ്രൊഡ്യൂസ് ചെയ്യുകയാണോ, പാടുകയാണെങ്കിൽ പോലും അത് ചെയ്യുന്നു, പിന്നെ നമുക്ക് മാറി നിൽക്കാം. പിന്നീട് പോസ്റ്ററുകളിലൂടെയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊമോഷൻ നടക്കുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ പാടുന്ന ആളും വരികൾ എഴുതുന്ന ആളൊക്കെ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമാണ്. പല വേദികളിലും ഒക്കെ നമ്മൾ ക്യാമ്പസുകളിലൊക്കെ പോകേണ്ടി വരും. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും. ഇപ്പോൾ വ്യസന സമേതം നടന്ന സമയത്ത് തന്നെ നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ കേരളം കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ആവശ്യകത ഉള്ള ഒരു കാര്യമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. കാര്യം റീസൺ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേരിലേക്ക് എത്തും. ഒരു മൂവി എന്നുള്ളതിലുപരിയും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ഇപ്പം നമ്മൾ കേരളമല്ലേ, അപ്പോൾ എല്ലാവരും പോയി കാണുന്നത്, നമ്മൾ പേഴ്സണലി പോയി കണ്ട് നമ്മളൊരു ആർട്ടിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ് പ്രൊമോഷൻ എന്നുള്ളത്. എനിക്കത് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ഓണവിശേഷങ്ങൾ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മളെ ഒരു ക്ലീശ ചോദ്യമാണ് എപ്പോഴും നമ്മൾ അതിഥികൾ ഉണ്ടാകുമ്പോൾ ഒക്കെ ചോദിക്കുന്നതാണ്. കഴിഞ്ഞ കുട്ടിയായിരിക്കുമ്പോഴുള്ള ഒരു ഓണം എങ്ങനെയാണ്, മ്യൂസീഷ്യൻ ആയതിനു ശേഷമുള്ള ഒരു ഓണം എങ്ങനെയാണ് എന്നൊക്കെ. അല്ല, അതിനങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഓണം എനിക്ക് കൂടുതലും സ്കൂളും കോളേജൊക്കെ തന്നെയാണ്. ഹൽവ കണ്ണാളെ പോലെ തന്നെ മ്യാവൂലൊരു പാട്ട് ആളുകൾ കുറേ ഏറ്റുപാടിയിട്ടുള്ളൊരു പാട്ടാണ്, ഓനാ ഹിജാബി. അതിൻ്റെ 2 വരിയും കൂടെ പാടിയിട്ട് അടുത്തേക്ക് പോകും. ഓനാ ഹിജാബിയെ കിനാവ് കണ്ട് ഇരുളിൽ പൊതിഞ്ഞ നിലാവ് കണ്ട് മരുഭൂവിൽ എന്തോരം 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 മനബാറിൽ പൂക്കണ പൂ കണ്ട്.
ഓണവിശേഷം ഹൽവ കണ്ണാളെ തന്നെയാണ്. ഇപ്പോഴും അത് ആൾക്കാർ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. റീൽസിലൊക്കെ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. പുതിയ വിശേഷങ്ങൾ ഇനി വരാനിരിക്കുന്നത് എന്താണ് കാത്തിരിക്കുന്നവർക്ക്? പുതിയ പാട്ട് ഇപ്പോൾ പാടിയിട്ടുള്ളത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ബാൻഡിലെ കീബോർഡിസ്റ്റാണ് പുള്ളി. നിപിൻ ബസന്റ് എന്നാണ് പേര്. പുള്ളിയുടെ ഫസ്റ്റ് ഡെബ്യൂ മൂവി പുള്ളി മ്യൂസിക് ചെയ്ത മൂവി. മാത്യു തോമസ് ആണ് എൻ്റെ ആക്ടർ. സുഖമാണോ സുഖമാണ് എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസം മുന്നേ എൻ്റെ ഫസ്റ്റ് ലുക്ക് റിലീസൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലൊരു പാട്ടുണ്ട്, അത് പാടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് താമസം ഉണ്ടാവില്ല, റിലീസ് ഉണ്ടാവും. സംഗീത സംവിധായകൻ, എഴുത്തുകാരൻ, ആ നിലയ്ക്ക് പാട്ടുകാരൻ എന്നുള്ള രീതിയിലൊക്കെ മേൽവിലാസം വലുതാക്കാനുള്ള സാധ്യതയുണ്ട്. മേൽവിലാസത്തിലുപരി പാട്ടുകൾ ഞാൻ കുറച്ച് പാട്ടുകളുണ്ട്. അത് എല്ലാവരെയും കേൾപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 വർഷം മുന്നേ എൻ്റെ പണിപ്പുരയിലായിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് അതിൻ്റെ പുറകിൽ തന്നെയാണ്. അപ്പോൾ അത് ഏകദേശം ഒരു രൂപം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ റിലീസൊക്കെ ഉണ്ടാവും. സിനിമയിൽ തന്നെയാണോ? അല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ മേൽവിലാസം കുറേ കൂടെ വലുതാവട്ടെ, മ്യൂസിക് ഡയറക്ഷനിലേക്കൊക്കെ എത്തട്ടെ, പിന്നെ പല ഭാഷകളിലും ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റട്ടെ. തിരക്കുകളുണ്ടെന്നറിയാം. നമ്മുടെ കൂടെ കുറേ സമയം ഉണ്ടായി, വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഹാപ്പി ഓണം വീണ്ടും. സന്തോഷം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാവിധ ഓണാശംസകളും അറിയിക്കുന്നു. ഇനിയും തുടർന്നും എല്ലാ രീതിയിലും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഓടക്കുഴലൂതും പാട്ടിൻ കളിമേളം, ഓർമ്മകൾ പൊന്നൂഞ്ഞാലാടും താഴ്വാരം, ഓമനിക്കാൻ പൂക്കൾ നിറഞ്ഞൊരു കൗമാരം, ഓണത്തുമ്പികൾ പാടും പുഴയോരം. ഓടക്കുഴലൂതും പാട്ടിൻ കളിമേളം, ഓർമ്മകൾ പൊന്നൂഞ്ഞാലാടും താഴ്വാരം, ഓമനിക്കാൻ പൂക്കൾ നിറഞ്ഞൊരു കൗമാരം.